താൻ ചുമ്മാ പിള്ളേര് കളിക്കാതെ പ്രേതങ്ങളുടെ കാര്യം വിട്. അവിടെ ജീവനോടെ 2 എണ്ണം ഉണ്ടല്ലോ, അവരുടെ കാര്യം എന്തായെന്ന് പറ. പ്രേതങ്ങളെ അങ്ങനെ വെറുതെ വിട്ടാല് അവരെന്നെ വെറുതെ വിടൂല മാഡം. ദേ, താൻ എന്റെ വായിലിരിക്കുന്നത് വല്ലതും കേൾക്കും. അവളുമാര് 2 പേരും ഇവിടെ എത്തിയിട്ടുണ്ട് മാഡം. ഗുഡ്. എങ്കിൽ പിന്നെ താമസിക്കണ്ട, വേഗം പണി തുടങ്ങിക്കോ. ഞാൻ വിചാരിച്ച പോലെ അല്ല. എന്ത്? ആ ആരാധ്യയും ആതിരയും കാണാൻ പൊളിയാണ്, കിടുവാണ്, നല്ല വൈബാണ്. അതിന് അല്ല, ഞാൻ അവരുമായിട്ട് ഒരാഴ്ച വന്ന് അടിച്ചു പൊളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നീക്കാ പോരെ? ഡോ, തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടതേ പെൺപിള്ളേരുമൊത്ത് അർമാദിക്കാനല്ല. ജീവൻ തോമസ് എന്ന സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പോലീസ് ഓഫീസറുടെ പേരില് ആൾമാറോട്ടാണ് നമ്മൾ നടത്തുന്നത്. അതിന്റെ ഗ്രാവിറ്റി തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് മാഡം, ഉണ്ട്. എന്തോന്നുണ്ടെന്ന്. എന്നിട്ടാണോ അവളുമാരെ കണ്ടപ്പോ തന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയത്? കണവനും ലൈനിലുണ്ടായിരുന്നു. നമ്മള് പ്ലാൻ ചെയ്തതുപോലെ അവളുമാരെ മയക്കിയെടുത്ത് കണ്ടെയ്നറിലിട്ട് സീപോർട്ടിൽ എത്തിച്ച് കപ്പൽ കയറ്റി വിട്ടോണം. ഓ ഓ പോലീസ് അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് 2 എണ്ണവും കടല് കടന്നിരിക്കണം പുരുഷോത്തമ. തന്റെ എൻജോയ്മെന്റ് ഒക്കെ ഇന്നൊരു രാത്രി മതി. ഓ, ഒരു 2 ദിവസം ഒന്ന് ഹോളിഡേ ഇട്ടെ മാഡം. തന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലടോ. മനസ്സിലായി മാഡം, മനസ്സിലായി. വല്ല ചായയിലോ ജ്യൂസിലോ മയക്കുപൊടി കലക്കി 2നെ മയക്കിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ആ, അതായിരിക്കും നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് നല്ലത്. ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം ഇന്ന് തകർക്കും, പൊളിക്കും, കിടക്കും ഞാൻ. പുരുഷോത്തമനാണ് പോലും പുരുഷോത്തമൻ. ഇവനൊക്കെ ആ പേരിട്ടവന് വേണം തല്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇവനെ പോലുള്ള കുറെ എണ്ണം ഉള്ളതുകൊണ്ടാ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഒരു രീതിയിലും ഈ പദ്ധതി കൊള്ളാവരുത്. ഇത് കൃത്യമായി പ്ലാൻ ചെയ്തതുപോലെ നടന്നേ പറ്റൂ. എന്റെ മനസ്സിലെ വെറുപ്പ് മുഴുവൻ ആ അഭിമന്യുവിനോട് തന്നെയാ. ഈ കളിയിൽ ഞാൻ ലക്ഷ്യം വെക്കുന്നതും അവനെ തന്നെയാ. നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആരും അറിയാതെ അവനെ എന്നേ ഞാൻ തീർത്തു തന്നേനെ. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ എപ്പോഴും ഞാനത് ചെയ്തേനെ. പക്ഷെ എനിക്കവനെ ഇഞ്ചിഞ്ചായി കൊല്ലണം. അവൻ സ്നേഹിക്കുന്നവരെ എനിക്കാദ്യം തകർത്ത് തരിപ്പണാക്കണം. വേണ്ടപ്പെട്ടവരുടെ ദുരിതവും തീരാ നഷ്ടവും അവൻ അറിയണം. നിസ്സഹായനായി അവൻ അതിലൊരുകണം. ആ നരകയാതന മുഴുവൻ അനുഭവിച്ച് മരണം എത്രയോ ഭേദമായിരുന്നെന്ന തിരിച്ചറിവോടെ അവൻ ജീവിക്കണം. എന്നാലേ എന്റെ അച്ഛന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കൂ. പേടിപ്പിക്കാനായിട്ട് ഈ ഫാൻ എന്തിനാ തനിയെ കറങ്ങുന്നത്? ഓ, അപ്പോഴേക്കും നിന്നാ. ഇന്നത്തെ രാത്രിയാണ് രാത്രി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രാത്രി. ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. എന്നാലും ഒരു 2 ദിവസം കൂടി 2 എണ്ണത്തിന് ഹോൾഡ് ചെയ്യായി ദിവ്യപ്രഭ സമ്മതിച്ചില്ലല്ലോ. മനുഷ്യക്കടത്തുകാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതോടെ അവളുമാരുടെ അധോഗതിയായിരിക്കും. അതിനു മുമ്പ് കിട്ടിയ സമയം നന്നായിട്ടൊന്ന് ആസ്വദിക്കുക. ആഹാ, ഓ, ഈ ഫാൻ കറങ്ങുന്നത് കാറ്റിനോ അതോ കടകട ശബ്ദം ഉണ്ടാക്കാനോ?
അല്ല ആതിര എവിടെ പോയി? ഫോണിന് റേഞ്ച് ഇല്ലെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. പറഞ്ഞ ഒരു അനുസരണ ഇല്ലല്ലേ? ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ട്. ഫോണിന് റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് പോയതല്ലേ ചേച്ചി. അവളിപ്പ ഇങ്ങ വരും. ഇതവർ കുടിക്കുന്നു, മയങ്ങുന്നു, ബാക്കിയൊക്കെ എന്റെ കയ്യിലാണ്. ദൈവമേ, ഹായ് കുട്ടികളെ. സാറോ? ഇതെന്താ സാർ? എന്റെ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ജ്യൂസാ. അയ്യോ, സാറ് വെറുതെ ബുദ്ധിമുട്ടി. രാത്രി തണുത്തതൊന്നും ഞങ്ങൾ കഴിക്കാറില്ല. മാത്രമല്ല ഭക്ഷണവും കഴിച്ചു. ഇതങ്ങനെ സാധാരണ ജ്യൂസല്ല, ഒരു ഫിറ്റ്നസ് ഡ്രിങ്കാ. ഇത് കുടിച്ചൊന്ന് വെച്ച് ഒരു കുഴപ്പവും സംഭവിക്കില്ല. മാത്രവുമല്ല, നാളെ മുതൽ നമ്മൾ തുടങ്ങുന്ന പ്രോഗ്രാമിന് ഇത് 4 നേരം കുടിക്കുന്നത് നല്ലതാ. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ ഫിറ്റ്നസ് ട്രെയിനിങ്. ട്രെയിനിങ്ങിന് എനർജി വേണ്ടേ? ഹാവ് ഇറ്റ്. ഇത്തിരി കഴിഞ്ഞു കുടിക്കാൻ സർ. ഇപ്പോ ഡിന്നർ കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഓ മതി, ഇത്തിരി കഴിഞ്ഞാലും നിങ്ങളൊന്ന് കുടിച്ചാൽ മതി. സർ ഇരിക്കണം. സർ, ട്രെയിനിങ്ങിന്റെ രീതികളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അതിനെന്താ, പറഞ്ഞു തരാമല്ലോ. ഏകദേശം ഒത്തു. ഇപ്പൊ കണ്ട ഒരു പേടിയൊക്കെ തോന്നും. ഇത്തിരി കൂടെ ഒരു ഹൊറർ എഫക്റ്റ് ആക്കിയാ അഖിലേച്ചി ശരിക്കും പേടിക്കും. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഏകാഗ്രതയാണ് ആദ്യം വേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പേഴ്സ് അടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ അതിൽ മാത്രമായിരിക്കണം നമ്മുടെ കണ്ണ്. ചുറ്റും നടക്കുന്നതൊന്നും നമ്മുടെ ശ്രദ്ധ തെറ്റിക്കരുത്. എങ്കിലേ നമുക്കത് അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. സാറ് ഞങ്ങളെ മോഷ്ടിക്കാനാണോ പഠിപ്പിക്കാൻ പോകുന്നത്? എന്ത് കാര്യവും നമുക്ക് നന്നായി ചെയ്യാൻ പറ്റണമെങ്കിൽ മറുഭാഗത്തെ സൈക്കോളജി കൂടി അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന്, ഒരു രോഗിയുടെ വേദന അവന്റേതുപോലെ അറിയാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു ഡോക്ടർക്ക് നന്നായി ചികിത്സിക്കാനാവൂ. ഒരു കള്ളനാവേണ്ടത് എങ്ങനെയെന്നറിഞ്ഞിട്ട് വേണം പോലീസ് ആവാൻ. അതാണ് എന്റെ ക്രിമിനോളജി. ഇപ്പൊ മനസ്സിലായില്ലേ? ഈശ്വര, ഇപ്പൊ പറഞ്ഞു കെണിഞ്ഞേന്. ഇനി അധികം എവിടെ ഇരിക്കുന്നത് ബുദ്ധിയല്ല. ഇവളുമാര് മയങ്ങിയിട്ട് തിരികെ വരാം. അപ്പോ ബൈ ദ ബൈ, ഞാൻ ഇറങ്ങുന്നു. നിങ്ങൾ ഈ ഫിറ്റ്നസ് ഡ്രിങ്ക് കുടിക്കാൻ മറക്കരുത്. നാളത്തേക്കുള്ള എനർജിയാണിത്. അയ്യോ, അമ്മ പ്രായം. അയ്യോ 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 പ്രായം. അയ്യോ 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 പൊളിയല്ലോ. എന്താ സർ, എന്താ അയ്യോ, അത് ഇത് നീ നീ അത്
അപ്പോ രണ്ട് പ്രേതം. അയ്യോ അയ്യോ അഖിലേച്ചി നിലവിളിക്കല്ലേ? ഓ, അയ്യോ ചേച്ചി ഒന്ന് കരയാതിരിക്കെ, ഇത് ഞാനാ ആതിര. എന്താ ചേച്ചി, അത് ആതിരയാ. ഞാനാ ചേച്ചി. നോക്ക്, ചേച്ചിയെ പേടിപ്പിക്കാൻ വേണ്ടി ഞാനൊരു വേഷം കിട്ടിയതാ. പാവം സാറിനാ പണി കിട്ടിയത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? വെള്ളം വെള്ളം. എല്ലായിടത്തോണ്ട് വാ ചേച്ചി, വേഗം. അയ്യോ സാർ, അയ്യോ അയ്യോ ചേച്ചി, എടി നോക്കി നിൽക്കാതെ ഇങ്ങ് വാടി. സാറിനെ എടുത്ത് പെട്ടെന്ന് കട്ടിൽ കിടക്കാം. അയ്യോ ജീവൻ സാർ, പ്ലീസ് ഇനി ബോധം കെടരുത്. ഞങ്ങൾ ആരും സത്യമായിട്ടും പ്രേതങ്ങളല്ല. ട്രെയിനിങ്ങിന് വന്ന ഞാനും ദേ ഇവളും ഇരട്ടകളാ. ഒരേ സമയം രണ്ടിടത്ത് കണ്ട പ്രേതങ്ങളാണെന്ന് വിചാരിച്ച സാറ് തെറ്റിദ്ധരിച്ചതാ. അപ്പൊ ഇത് ഞാൻ ഇവരുടെ ചേച്ചിയാ അഖില. പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ ഇവർക്ക് കൂട്ടുവന്നതാ. ആ ഇന്നലെ രണ്ട് പെൺകുട്ടികളുടെ ഇടയിൽ കിടന്ന് ഉറങ്ങാനാ ആഗ്രഹിച്ചത്. ദൈവം 3 പെൺകുട്ടികളെ ഇടയിൽ കിടത്തി ഉറക്കി. പറഞ്ഞിട്ടെന്ത് കാര്യം, ഉറക്കം മാത്രമേ നടന്നുള്ളൂ. സർ ട്രെയിനിങ് ഉടനെ തുടങ്ങണം. ഞാൻ പറഞ്ഞില്ലേ, ഞായറാഴ്ചക്ക് മുമ്പ് ഞങ്ങൾക്ക് വീട്ടിലെത്തേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ആ നാളെ തിരിച്ചു പോണം സർ. ഞങ്ങളുടെ ചേച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാ മറ്റന്നാ. പിന്നെന്താ, ഞാൻ ആദ്യം ഒന്ന് പോയി ഫ്രഷ് ആവട്ടെ. അയ്യോ അയ്യോ. പോലീസിന് പ്രേതങ്ങളെ പേടിയില്ലെന്ന് ആരാ പറഞ്ഞത്? ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കേ. നിങ്ങളെക്കാളും അല്പമെങ്കിലും ലോകപരിചയം എനിക്കാ കൂടുതലെന്ന്. ഞാൻ പറയുന്നതിലേ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. ആ പുരുഷോത്തമൻ വിചാരിച്ചിട്ട് ഇന്നലെ ഒന്നും നടന്നില്ല. ആരാധ്യ ആദരെ മാത്രമല്ല, അഖിലയും അപ്പ അവിടെ ഉണ്ടായിരുന്നു. ഒന്നാന്തര അവസര കയ്യിന്ന് പോയത്. ഇത്രയും വലിയൊരു ആന മണ്ടരെയാണല്ലോ ഈ പണി ഏൽപ്പിച്ചത്. നിന്റെ ദേഷ്യം കണ്ടാ തോന്നും ഞാനാണ് പുരുഷോത്തമനെ ഏർപ്പാടാക്കിയെന്ന്. അവന്റെ പ്രേതപ്പേടി കേട്ടപ്പോഴേ ഇതൊരു കോമഡി പീസാവുമെന്ന് എനിക്ക് തോന്നിയതാ. സുമേഷിന് ഇങ്ങനെ വാചം അടിക്കാനല്ലേ പറ്റൂ. ഇക്കാര്യത്തില് സുമേഷ് വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ. അപ്പൊ പിന്നെ കൂടുതൽ ന്യായമൊന്നും ഇങ്ങോട്ട് പറയണ്ട. നീ അങ്ങനെ എന്നെ ഇടിച്ച് താഴ്ത്തേയൊന്നും വേണ്ട. ഈ കാര്യത്തില് ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. എന്ത് നടക്കുന്നു? ദാ നോക്ക്, ഈ വരുന്നത് എന്റെ ടീമാണ്. ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ സാർ. ഇല്ല, വന്നത് കൃത്യസമയത്ത് തന്നെയാ. ഇവരിപ്പോ തന്നെ പൊന്മുടിയിലേക്ക് പോവുക. ഇവര് പൊന്നമ്പളിയുടെ ഹോം സ്റ്റേയിൽ എത്തുന്നു. ഇപ്പൊ തന്നെ പുരുഷോത്തമനെ വിളിച്ച് പറയണം. 3 എണ്ണത്തിനെയും ഇവര് പൊക്കിക്കോളും. പുരുഷോത്തമൻ എന്നൊരു ആസ്ഥാന മണ്ടന ഞങ്ങൾ ഈ കൊട്ടേഷൻ ആദ്യം കൊടുത്തത്. അവനാണെങ്കിൽ പെണ്ണുങ്ങളെ കണ്ട ആക്രാന്തം കാണിക്കുന്ന ഒരു വൃത്തികെട്ടവനും. നിങ്ങളും അതുപോലെ ആവരുത്. ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് ചെയ്യണം. പെണ്ണ് കേസിൽ ഞങ്ങൾ ഡീസന്റ് ആണ് മാഡം. നമ്മുടെ മുന്നിൽ ഒട്ടും സമയമില്ല. നിങ്ങൾ 2 പേരും എത്രയും പെട്ടെന്ന് പൊന്മുടിയിൽ എത്തണം. അവര് 3 പെൺകുട്ടികളുണ്ട്.
മൂന്നിനെയും മയക്കിയോ ബലം പ്രയോഗിച്ചോ സീ പോർട്ടിൽ എത്തിക്കണം. ബാക്കി ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നോർത്ത് സാറ് പേടിക്കണ്ട, എല്ലാം വേണ്ട പോലെ ഞങ്ങൾ ചെയ്തോളാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വയ്ക്കും. ആ ശരി സാറേ. ആ ദേ, ഇവന്മാർക്ക് മസിൽ മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെ ഇല്ലല്ലോ സുമേഷ്. അല്ല, ഈ ഗുണ്ടകളെല്ലാം എന്താ ഇത്ര മണ്ടന്മാരായി പോയത്? ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ വേറെ എന്തെങ്കിലും മാന്യമായ പണി ചെയ്ത് ജീവിക്കില്ലായിരുന്നോ? മണ്ണിന്റെ പൂച്ചയായാലും മരത്തിന്റെ പൂച്ചയായാലും എലിയെ പിടിക്കണം, അതാ നമുക്ക് വേണ്ടത്. ഈ പൂച്ചകൾ എലിയെ പിടിക്കുക തന്നെ ചെയ്യും, നീ നോക്കിക്കോ. അപ്പച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോവാതെ പഴയതുപോലെ പഞ്ചരത്നത്തിൽ സ്ഥിരമായിട്ട് താമസിച്ചൂടെ? അത് വേണ്ട മോളെ, നിങ്ങൾക്കിപ്പോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച കിട്ടുന്നുണ്ടല്ലോ, അത് മതി. എന്തായാലും ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ ഫുൾ ടൈം ഉണ്ടാവും. നിന്റെ ജന്മദിനം ആഘോഷിക്കാൻ കലാവധി എടുത്ത തീരുമാനമുണ്ടല്ലോ, അത് നന്നായെന്ന് ഞാൻ പറയും. ഞാനിത് മുന്നേ നിന്നോട് പറഞ്ഞിട്ടുള്ളേ. ശ്യാമളയല്ലേ? അതെ. ആരാ? നിനക്കെന്നെ മനസ്സിലായില്ലേ ശ്യാമളെ? നിന്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച രമണിയാടി. അയ്യോടി രമണി, എനിക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോടി. നിന്റെ മക്കളൊക്കെ? ഒരാളേ ഉള്ളൂ, അവനിപ്പോ ബാംഗ്ലൂരിലാ ജോലി. നമ്മുടെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചവരെല്ലാം ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. ആണോ? ആ. ഇവിടെ ഞാനും അപ്പച്ചിയും കൂടെ ഇത്തിരി സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാ. എന്തായാലും വഴിയിൽ വെച്ച് അച്ഛനെ കണ്ടപ്പോ ഒന്ന് സംസാരിക്കാൻ തോന്നിയില്ലോ മോൾക്ക്? അച്ഛന് ഒരുപാട് സന്തോഷമായി മോളെ. ഫോൺ വിളിക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴാ നേരിട്ട് കണ്ടത്. എന്താ മോളെ? നാളെ എന്റെ ബർത്ത്ഡേയാ. അപ്പൊ ശരിയടി, ഞാൻ ശരിയടി. ഓ ഓക്കെ. ബർത്ത്ഡേ ആയിട്ട് പഞ്ചരത്നത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ച് ഒരു ചെറിയ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഉറപ്പായിട്ടും വരും മോളെ. പണ്ടെന്റെ കല്യാണത്തിന് ഒളിച്ചും പാത്തും വന്നതുപോലെ നാളെ അവിടേക്ക് വരരുത്. നല്ല അന്തസ്സായി അച്ഛൻ ഒറ്റയ്ക്ക് വരണം, അതാ എന്റെ ആഗ്രഹം. സ്വർഗത്തിലിരുന്ന് അമ്മയും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നോട് ആഘോഷത്തിന് വരരുതെന്ന് പറയാനാണെങ്കിൽ പിന്നെ എന്തിനാ മോളെ പിറന്നാളിന്റെ കാര്യം അച്ഛനോട് ഇപ്പൊ പറഞ്ഞത്? മോൾക്കത് പറയാതിരിക്കാമായിരുന്നല്ലോ. ഒരാവശ്യമില്ലാതെ വഴിയെ പോയ ചന്ദ്രേട്ടനോട് അമൃതമോള് പിറന്നാളിന്റെ കാര്യം പറയണമെങ്കിൽ അതിന്റെ അർത്ഥം ചന്ദ്രേട്ടൻ വരണമെന്ന് അവള് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നാ. പുറമെ പറയുന്നതല്ല, ഇവളുടെ മനസ്സറിയുമ്പോഴേ നിങ്ങൾ ഒരു അച്ഛനാവും. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലെ. അപ്പച്ചി, നമുക്ക് വേഗം പോവാം. പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. സംസാരിച്ച സമയം കളയണ്ട. വന്നേ അപ്പച്ചി. ചക്കരപ്പൻ നെറ്റിയിലോ പൊട്ടുതൊടാ, നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക്, നീ പിടഞ്ഞാൽ എന്നുയിരിൽ കുരിരുള്. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടെ, മെല്ലെ പൂവിടു നീ
വസന്തം കാത്തിരിപ്പൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.